ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോളാർ എനർജി മെറ്റീരിയൽസിനെ പറ്റിയാണ്. ഏതൊരു മെറ്റീരിയലാണോ നമുക്ക് ഈസിലിയും ഫ്രീ ആയിട്ടും കിട്ടുന്ന സോളാർ എനർജിയെ നമുക്ക് വേണ്ട ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സഹായിക്കുന്നത് അവരെ നമ്മൾ ജനറലായിട്ട് സോളാർ എനർജി മെറ്റീരിയൽസ് എന്ന് പറയും. ഇതിൻ്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻസ് ആയിട്ട് നമുക്ക് അറിയാവുന്നത് ഒന്ന് ഫോട്ടോ തെർമൽ കൺവേർഷനും ഒന്ന് ഫോട്ടോ ഇലക്ട്രിക് കൺവേർഷനാണ്. ഈ വീഡിയോയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഫോട്ടോ തെർമൽ കൺവേർഷനാണ്. അടുത്ത വീഡിയോയിൽ ഫോട്ടോ ഇലക്ട്രിക് കൺവേർഷനെ പറ്റി പറയുന്നതായിരിക്കും. എന്താണ് ഫോട്ടോ തെർമൽ കൺവേർഷൻ? ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് സുപരിചിതമാണ്. അതായത് സോളാർ എനർജിയെ തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് ഫോട്ടോ തെർമൽ കൺവേർഷൻ. ഇതിന് ഏറ്റവും നമുക്ക് പരിചയമായിട്ടുള്ളൊരു എക്സാമ്പിൾ പറയുന്നത് സോളാർ വാട്ടർ ഹീറ്റേഴ്സാണ്. സൂര്യൻ്റെ എനർജി ഉള്ള സമയങ്ങളിൽ നമുക്ക് മറ്റ് ലോസ് ഒന്നും ഇല്ലാതെ നമുക്ക് സിമ്പിളായിട്ട് വാട്ടറിനെ ഹീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് സോളാർ വാട്ടർ ഹീറ്റേഴ്സ്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു മെക്കാനിസം, ഒരു ഫോട്ടോ തെർമൽ കൺവേർഷൻ മെക്കാനിസം എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ഫിഗറാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമുക്ക് സോളാർ വാട്ടർ ഹീറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ടെറസിലൊക്കെ ഒരു മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടാകും. ഒരു റെക്ടാങ്കുലർ ബോക്സ് ഷേപ്പിലുള്ളൊരു മൊഡ്യൂളായിരിക്കും. അതിനകത്ത് കുറേ ട്യൂബ്സ് ടു ആൻഡ് ഫ്രോ പോകുന്നത് കാണാൻ പറ്റും. ഈ ഒരു ബോക്സിനെയാണ് നമ്മൾ റിസീവർ യൂണിറ്റ് അല്ലെങ്കിൽ അബ്സോർബർ യൂണിറ്റ് അല്ലെങ്കിൽ കളക്ടർ യൂണിറ്റ് ഇങ്ങനെ പല പേരുകളിലും വിളിക്കുന്നത്. ഈ ഒരു അസംബ്ലിയുടെ മെയിൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ എനർജിയെ അബ്സോർവ് ചെയ്യുക എന്നുള്ളതാണ്. എത്രമാത്രം എനർജി അബ്സോർവ് ചെയ്യാമോ അത്രമാത്രം എനർജി അബ്സോർവ് ചെയ്യുന്ന മെറ്റീരിയൽ ആയിരിക്കണം നമ്മൾ ആ ബോക്സിൽ ഉപയോഗിക്കുന്നത്. ഇനി ഈ അബ്സോർവ് ചെയ്ത എനർജിയെ ഹീറ്റായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൂടെ പല ട്യൂബ്സ് ടു ആൻഡ് ഫ്രോ പോയിട്ടുണ്ടാകും. ഇതിനകത്തൂടെ നമ്മളൊരു വർക്കിംഗ് ഫ്ലൂയിഡ്, അപ്പം സോളാർ വാട്ടർ ഹീറ്റേഴ്സിൻ്റെ കേസിൽ അതിനകത്തൂടെ ഫ്ലോ ചെയ്യുന്നത് വാട്ടർ ആയിരിക്കും. ഈ അബ്സോർബർ യൂണിറ്റ് അല്ലെങ്കിൽ കളക്ടർ യൂണിറ്റ് പിടിച്ചെടുത്ത സോളാർ എനർജിയെ ഹീറ്റിൻ്റെ ഫോമിലേക്ക് വാട്ടറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. വാട്ടർ ഈസിലി ആയിട്ട് ആ ഹീറ്റിനെ അബ്സോർവ് ചെയ്ത് ഒരു സ്റ്റോറേജ് ടാങ്കിലേക്ക് കൊണ്ടുചെല്ലും. ആ സ്റ്റോറേജ് ടാങ്കിൽ വീണ്ടും കുറച്ച് വാട്ടർ ഉണ്ടാവും. ആ വാട്ടറിന് കുറച്ച് ടെമ്പറേച്ചർ ഇപ്പോൾ ആയിട്ടുണ്ടാകും. ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ ഫ്ലോ ചെയ്ത് കഴിയുമ്പോൾ സ്റ്റോറേജ് ടാങ്കിൽ നിന്ന് ഈ റിസീവർ യൂണിറ്റിലേക്കും റിസീവർ യൂണിറ്റിൽ നിന്ന് സ്റ്റോറേജ് ടാങ്കിലേക്കും ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ആയിട്ടൊരു പാത്ത് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിയുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടൈമിൽ നിന്ന് ആ സോളാർ എനർജിയെ നമുക്ക് വേണ്ട ഹീറ്റ് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്ത് വർക്കിംഗ് ഫ്ലൂയിഡ്സിനകത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. നോർമലി ഇപ്പോൾ സോളാർ വാട്ടർ ഹീറ്റേഴ്സിൻ്റെ കേസിൽ നമ്മൾ പറയുന്ന വർക്കിംഗ് ഫ്ലൂയിഡ് വാട്ടറാണ്. പക്ഷേ വർക്കിംഗ് ഫ്ലൂയിഡ് വാട്ടർ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല. എയർ ഉണ്ടാവാം, ഓയിലാവാം, ഇങ്ങനെ പലതരത്തിലുള്ള വർക്കിംഗ് ഫ്ലൂയിഡ്സ് എടുക്കും. കൺവേർഷൻ പ്രിൻസിപ്പിൾ സിമ്പിളാണ്. ജസ്റ്റ് സോളാർ എനർജി അബ്സോർബ് ചെയ്യുന്നു, അതിനെ ഹീറ്റായിട്ട് വാട്ടറിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വർക്കിംഗ് ഫ്ലൂയിഡിലേക്കോ ട്രാൻസ്ഫർ ചെയ്യും. ഇനി എത്രമാത്രം ഹീറ്റാണ് ഈ വർക്കിംഗ് ഫ്ലൂയിഡ് എടുക്കുന്നതെന്നുള്ളത് അതിൻ്റെ വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. ഈ വർക്കിംഗ് ഫ്ലൂയിഡിൻ്റെ വെലോസിറ്റി നമ്മൾ അറേഞ്ച് ചെയ്ത് അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇവിടെ ഹീറ്റ് ആ ഫ്ലൂയിഡ് എടുക്കുന്ന ഹീറ്റിനും അബ്സോർവ് ചെയ്യുന്ന ഹീറ്റിന് വേരിയേഷൻസ് ഉണ്ടാകും. ഇനി എങ്ങനത്തെ തരത്തിലുള്ള മാക്സിമം ഫ്ലൂയിഡിലേക്ക് മാക്സിമം എനർജി ട്രാൻസ്ഫർ ആവുന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം സോളാർ എനർജി അബ്സോർവ് ചെയ്യാൻ പറ്റണം. അതേപോലെ അബ്സോർവ് ചെയ്തിട്ടുള്ള എനർജി നമ്മളുടെ കയ്യിൽ നിന്ന് ലോസായി പോകാനും പാടില്ല. ഇനി ഏറ്റവും പലതരത്തിലുള്ള കളക്ടേഴ്സ് ഉണ്ട്. അതിന് ഏറ്റവും സിമ്പിളായിട്ടൊരു കളക്ടറാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ എന്ന് പറയുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വാട്ടർ ഹീറ്റേഴ്സിൽ ഉപയോഗിക്കുന്ന ഒരു റെക്ടാങ്കുലർ ബോക്സ് അസംബ്ലിയാണ് ഫ്ലാറ്റ് പ്ലേറ്റ് കളക്ടർ. ഏറ്റവും സിമ്പിളായിട്ടൊരു കൺവേർഷൻ മെക്കാനിസം നടക്കുന്ന ഒരു കളക്ടറാണത്. ഇതിനകത്ത് നമുക്ക് മാക്സിമം ഒരു 71 ഡിഗ്രി സെൽഷ്യസ് വരെ ടെമ്പറേച്ചർ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോളാർ എനർജിയെ വാട്ടർ ഹീറ്റ് ചെയ്യാനായിട്ട് 71 ഡിഗ്രി സെൽഷ്യസ് വരെ വാട്ടറിനെ ഹീറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ വേറൊരു ഏറ്റവും അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് ലോസുകളില്ല. അതേപോലെ മൂവിങ് പാർട്സ് ഇല്ലാത്തതുകൊണ്ട് ആ ഒരു മൂവിങ് മെക്കാനിസം വഴി ഉണ്ടാകുന്ന ലോസും അവിടെ ഇല്ല എന്ന് പറയാം. ഇനി നമുക്ക് മറ്റൊരു അറേഞ്ച്മെൻറ്റ് ചെയ്യാം. അതായത് കുറച്ചുകൂടെ എനർജി കിട്ടുന്ന എനർജിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ലെൻസ് അല്ലെങ്കിൽ മിറർ അറേഞ്ച്മെൻറ്റ് ഉപയോഗിക്കാം. അതായത് നമ്മുടെ കളക്ടർ യൂണിറ്റിൻ്റെ ഏരിയ അല്ലെങ്കിൽ കളക്ടർ യൂണിറ്റിൻ്റെ സൈസ് കുറയ്ക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ലോസ് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതേപോലെ തന്നെ ലെൻസോ മിറേഴ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് മാക്സിമം സോളാർ എനർജി ആ ഒരു അബ്സോർബർ അല്ലെങ്കിൽ കളക്ടർ മൊഡ്യൂളിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഹീറ്റ് എനർജി അവിടെ ഉണ്ടാക്കാൻ പറ്റും. ഈ ഒരു മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഇപ്പോൾ നമ്മൾ നോർമൽ മെക്കാനിസത്തിൻ്റെ കൂടെ
ഒരു ഫ്രെനൽ ലെൻസ് അല്ലെങ്കിൽ മിറേഴ്സ് ഉപയോഗിച്ചിട്ട് എനർജിയെ ഒരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം അവിടെ ഫോട്ടോ തെർമൽ കൺവേർഷന് സഹായിക്കും. സോ അങ്ങനെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1490 ഡിഗ്രി സെൽഷ്യസ് വരെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. സോ ഇതാണ് ബേസിക്കലി ഫോട്ടോ തെർമൽ കൺവേർഷൻ. നമ്മളുടെ സോളാർ എനർജിയെ നമ്മൾ ടെമ്പറേച്ചറായിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി അടുത്തൊരു സെക്ഷനാണ് സോളാർ സെലക്റ്റീവ് കോട്ടിങ്സ്. സോളാർ സെലക്റ്റീവ് കോട്ടിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ഫോട്ടോ തെർമൽ കൺവേർഷൻ പറയും, അതായത് സൂര്യൻ്റെ എനർജി ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. സോ ഈ ഫോട്ടോ തെർമലാണ്, അതായത് സൂര്യൻ്റെ ലൈറ്റിനെയാണ് നമ്മൾ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും ഈ സൂര്യൻ്റെ ലൈറ്റിനെ അബ്സോർബ് ചെയ്തിട്ട് ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള എല്ലാ മെറ്റീരിയൽസിനെയും ഒരു ആപ്ലിക്കേഷൻ ഓറിയൻറ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. കാര്യം അവർ അബ്സോർബ് ചെയ്യുന്ന ആ ലൈറ്റ് അത്രയും തന്നെ ലോസ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ട രണ്ട് ബേസിക് ആയിട്ടുള്ള ക്രൈറ്റീരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മെറ്റീരിയലിൻ്റെ അബ്സോർപ്റ്റിവിറ്റിയും അതേപോലെ എമിസിവിറ്റിയും. അതായത് എത്രമാത്രം എനർജി ആ ഒരു മെറ്റീരിയലിന് എത്രമാത്രം ലൈറ്റിനെ അബ്സോർബ് ചെയ്യാമെന്നുള്ളത് നമ്മൾ ആൽഫ എന്നുള്ള പാരാമീറ്റർ വെച്ച് ഇൻഡിക്കേറ്റ് ചെയ്യും. അതേപോലെ എത്രമാത്രമാണ് അവിടെ നിന്നുണ്ടാകുന്ന ലോസ് ഹീറ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. അതിനോടൊപ്പം തന്നെ ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഹീറ്റ് ലോസ് ആയി പോവുകയും ചെയ്യും. സോ ആ ലോസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എമിസിവിറ്റി എന്നാണ്. എമിസിവിറ്റി ഫോർ തെർമൽ റേഡിയേഷൻ അതിനെ എപ്സിലോൺ ആയിട്ടായിരിക്കും ഡിനോട്ട് ചെയ്യുന്നത്. സോ ഒരു മെറ്റീരിയലിന് അബ്സോർപ്റ്റിവിറ്റി അല്ലെങ്കിൽ അബ്സോർപ്ഷൻ വളരെ കൂടുതലും എമിസിവിറ്റി വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള മെറ്റീരിയൽസിനാണ് നമ്മൾ സെലക്റ്റീവ് കോട്ടിങ്സ് അല്ലെങ്കിൽ സെലക്റ്റീവ് സർഫസസ് എന്ന് പറയുന്നത്. സോ എത്രമാത്രം അബ്സോർപ്റ്റിവിറ്റി ഉണ്ടോ അത്രയും നല്ലതായിരിക്കും. അതിൽ എത്ര കുറഞ്ഞ എമിസിവിറ്റി ആണോ അത്രയും നല്ലതായിരിക്കും. അപ്പോൾ നമ്മളൊരു ഐഡിയൽ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ ആൽഫയുടെ വാല്യൂ, അതായത് നമ്മുടെ അബ്സോർപ്റ്റിവിറ്റി എന്ന് പറയുന്നത് 1ഉം എമിസിവിറ്റി എപ്സിലോൺ എന്ന് പറയുന്നത് 0 ആയിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ സോളാർ സെലക്റ്റീവ് അല്ലാത്ത ഒരു നോർമൽ കോട്ടിങ് എടുത്തു കഴിഞ്ഞാൽ അതിന് ചിലപ്പോൾ അബ്സോർപ്റ്റിവിറ്റി കൂടുതലുണ്ടാവും, 0.95 കാണും. പക്ഷേ അതേപോലെ തന്നെ അതിൻ്റെ എമിസിവിറ്റിയും 0.95. അതായത് അത് എടുക്കുന്ന എനർജി മൊത്തം ലോസായി പോകും അവിടെ. അപ്പോൾ നമുക്ക് യൂസ്ഫുൾ ആയിട്ടൊരു കൺവേർഷൻ അവിടെ നടക്കുന്നില്ല. സോ നമ്മൾ എപ്പോഴും എടുക്കുന്ന സോളാർ സെലക്റ്റീവ് കോട്ടിങ്സ് ഉള്ള മെറ്റീരിയൽ ആയിരിക്കും, അല്ലെങ്കിൽ സോളാർ സെലക്റ്റീവ് കോട്ടിങ്സിന് അപ്ലൈ ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആയിരിക്കും നമ്മൾ എടുക്കുന്നത്. സോ അങ്ങനെ ഫോട്ടോ തെർമൽ കൺവേർഷന് വേണ്ടിയിട്ട്. സോ അങ്ങനെയുള്ള മെറ്റീരിയൽസിന് എപ്പോഴും അബ്സോർപ്റ്റിവിറ്റി 0.9 കൂടുതലായിരിക്കും. അതേപോലെ തെർമൽ എമിസിവിറ്റി എപ്പോഴും 0.1 കുറവായിരിക്കും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സോളാർ സെലക്റ്റീവ് കോട്ടിങ്സ് എന്ന് പറയുന്നത് ഒന്ന് ഇൻട്രിൻസിക് അബ്സോർബേഴ്സ്, രണ്ടാമത്തേത് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റൽ ഡബിൾ ലെയർ, മൂന്നാമത്തേത് മെറ്റൽ ഡൈ ഇലക്ട്രിക്, നാലാമത്തേത് ബ്ലാക്ക് ക്രോമിയം, അഞ്ചാമത്തേത് സെർമറ്റ് കമ്പോസിറ്റ് മൾട്ടി ലെയേഴ്സ്, പിന്നെ ലാസ്റ്റത്തേത് പെയിൻറ്റ്സ്. സോ ഈ എല്ലാ മെറ്റീരിയൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അബ്സോർപ്റ്റിവിറ്റി 0.9 കൂടുതൽ, അതായത് ആൽഫ 0.9 കൂടുതലായിരിക്കും. തെർമൽ എമിസിവിറ്റി 0.1 കുറവായിരിക്കും. എപ്സിലോൺ വിൽ ബി ലെസ് ദാൻ 0.1. ഇനി നമ്മളുടെ ഫസ്റ്റ് വണ്ണായ ഇൻട്രിൻസിക് സെലക്റ്റീവ് മെറ്റീരിയൽ. സോ ഇൻട്രിൻസിക് സെലക്റ്റീവ് മെറ്റീരിയൽസിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ട്രാൻസിഷൻ എലമെൻസിനെ ആയിരിക്കും ഇൻട്രിൻസിക് സെമി മെറ്റീരിയൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സോ ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചിട്ടായിരിക്കും ഈ ഇൻട്രിൻസിക് അബ്സോർബേഴ്സിനെ നമ്മൾ ഉണ്ടാക്കുന്നത്. സോ ഒരു മെറ്റൽ സർഫസ് അല്ലെങ്കിൽ ഒരു സർഫസ് സബ്സ്ട്രേറ്റ് ഉണ്ടാവും. ഈ സബ്സ്ട്രേറ്റിന് മേലിൽ നമ്മൾ ഇൻട്രിൻസിക് ആയിട്ടുള്ള ട്രാൻസിഷൻ മെറ്റൽസ് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സിനെ കോട്ട് ചെയ്യും. അപ്പം നമ്മളുടെ തെർമൽ എനർജി മാക്സിമം നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെയാണ് സെമി കണ്ടക്ടർ അല്ലെങ്കിൽ മെറ്റൽ ഡബിൾ ലെയർ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സബ്സ്ട്രേറ്റ് നോർമലി നമ്മൾ എടുക്കുന്നൊരു മെറ്റലായിരിക്കും. സോ ഈ മെറ്റലിൻ്റെ മുകളിൽ നമ്മളൊരു സെമി കണ്ടക്ടർ കോട്ടിങ് പ്ലേസ് ചെയ്യുക. എന്തിനു വേണ്ടിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ലൈറ്റ് എനർജിയിൽ പല വേവ് ലെങ്ത്തിലുള്ള വേവ്സ് ഉണ്ടാകും. വേവ് ലെങ്ത് കൂടിയവരും ഉണ്ടാകും, വേവ് ലെങ്ത് കുറഞ്ഞ വേവ്സും ഉണ്ടാകും. അപ്പോൾ ഷോർട്ടായിട്ടുള്ള ചെറിയ വേവ് ലെങ്ത്തുള്ള റേഡിയേഷനെ നമ്മുടെ സെമി കണ്ടക്ടർ മെറ്റീരിയൽ അബ്സോർബ് ചെയ്യും. കൂടിയ വേവ് ലെങ്ത്തുള്ള റേഡിയേഷനെ ഈ മെറ്റൽ സബ്സ്ട്രേറ്റ് സെമി കണ്ടക്ടറിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കും. സോ നമ്മളുടെ ആ ലൈറ്റ് എനർജി എത്രമാത്രം നമുക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുമോ അത്രയും അവിടെ അബ്സോർപ്ഷൻ നടക്കും. ചെറിയ വേവ് ലെങ്ത് ഉള്ളതിനെ സെമി കണ്ടക്ടർ അബ്സോർബ് ചെയ്യും, വേവ് ലെങ്ത് കൂടിയതിനെ നമ്മുടെ മെറ്റൽ സബ്സ്ട്രേറ്റ് സെമി കണ്ടക്ടേഴ്സിലേക്ക് കൊടുക്കും. പിന്നെ ഇതിന് മേലെ നമുക്കൊരു ആൻറ്റി റിഫ്ലക്ഷൻ കോട്ടിങ് കൊടുക്കും. സോ ഇതാണ് സെമി കണ്ടക്ടർ മെറ്റൽ ഡബിൾ ലെയർ. ഇനി മൂന്നാമത്തേതാണ് മൾട്ടി ലെയർ അബ്സോർബേഴ്സ്. സോ
സോ ഞാൻ പറഞ്ഞ സെമി കണ്ടക്ടേഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേവ് ലെങ്ത് കുറഞ്ഞ ഷോർട്ട് വേവ് ലെങ്ത് ആയിട്ടുള്ള റേഡിയേഷൻ അബ്സോർബ് ചെയ്യാൻ കഴിവുണ്ട്. മെറ്റൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ റേഡിയേഷൻ അല്ലെങ്കിൽ വേവ് ലെങ്ത് കൂടിയതിനെ സെമി കണ്ടക്ടർ സബ്സ്ട്രേറ്റിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് കൊടുക്കാനും കഴിവുണ്ട്. സോ ഇവിടെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെറ്റൽ ഡൈഇലക്ട്രിക് കോമ്പിനേഷൻ ആയിരിക്കും. അതായത് ഒന്നിലധികം മെറ്റൽ ഡൈഇലക്ട്രിക് ലെയേഴ്സ് ഉണ്ടാകും. സോ ഇതിൻ്റെ പ്രത്യേകത എന്താ, നമ്മളുടെ ഡൈഇലക്ട്രിക്സ് അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് നമ്മുടെ ഷോർട്ട് വേവ് ലെങ്ത്തിനെ അബ്സോർബ് ചെയ്യുകയും മെറ്റൽസ് കൂടിയ വേവ് ലെങ്ത്തുകൾ സർഫസിൽ തന്നെ നിൽക്കാനും പുറത്തേക്ക് പോകാതിരിക്കാനും സഹായിക്കും. ഇനി അടുത്തൊരു ടൈപ്പാണ് മെറ്റൽ ഡൈഇലക്ട്രിക് കമ്പോസിറ്റ്സ് അല്ലെങ്കിൽ സെർമെറ്റ്സ്. സോ എന്താ മെറ്റൽ ഡൈഇലക്ട്രിക് കമ്പോസിറ്റ്സ് അല്ലെങ്കിൽ സെർമെറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സബ്സ്ട്രേറ്റ് ഉണ്ടാകും. നോർമലി മെറ്റലായിരിക്കും. ഈ മെറ്റലിൻ്റെ മേലിൽ ഒരു ഡൈഇലക്ട്രിക് ലെയർ ഉണ്ടാകും. അതിൽ നമ്മൾ അങ്ങും ഇങ്ങുമായിട്ട് മെറ്റൽ പാർട്ടിക്കിൾസിനെ ഡിഫ്യൂസ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. സോ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ കണ്ടിരുന്നതിൽ ഒരു മെറ്റൽ ലെയർ ഒരു ഡൈഇലക്ട്രിക് ലെയറും സെപ്പറേറ്റ് ആയിരുന്നെങ്കിൽ ഇവിടെ ഡൈഇലക്ട്രിക് ലെയറും മെറ്റൽ ലെയറും ഒറ്റ ലെയറിൽ തന്നെ വന്നേക്കുകയാണ്. അതായത് ഒറ്റ ലെയറിൽ തന്നെ രണ്ട് ഷോർട്ടായിട്ടുള്ളതിന് ലോങ് ആയിട്ടുള്ള വേവ് ലെങ്ത് ഉള്ള എല്ലാ റേഡിയേഷൻസിനെ അബ്സോർബ് ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമുക്ക് പറയുന്നത് പെയിൻറ്റ്സ്. അപ്പോൾ പെയിൻറ്റ്സ് നമുക്കറിയാം പല കോട്ടിങ്, പെയിൻറ്റിൻ്റെ പല കോട്ടിങ് ഉണ്ട്. ടി വിയിലൊക്കെ നിങ്ങൾ പരസ്യത്തിൽ കണ്ടിട്ടുണ്ടാകും അല്ലേ. സണ്ണിനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന കോട്ടിങ്സ് ഉണ്ട്, അബ്സോർബ് ചെയ്യുന്ന കോട്ടിങ്സ് ഉണ്ട്, ഇങ്ങനെ പല രീതിയിലുള്ള പെയിൻറ്റ്സ് ഉണ്ട്. ബേസിക്കലി നമ്മുടെ സോളാർ സെലക്റ്റീവ് ആയിട്ടുള്ള പെയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിക്കൺ സസ്പെൻഷനകത്ത് ട്രാൻസിഷൻ മെറ്റൽസിൻ്റെ ഓക്സൈഡ് ഡിഫ്യൂസ് ചെയ്തായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഫോട്ടോ തെർമൽ കൺവേർഷൻ. സോ ബേസിക്കലി ഫോട്ടോ തെർമൽ കൺവേർഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റിനെ സോളാർ എനർജി, ലൈറ്റ് എന്നുള്ള എനർജിയെ നമ്മൾ ഹീറ്റായിട്ട് കൺവേർട്ട് ചെയ്യും. അതൊരു സിമ്പിൾ മെക്കാനിസം ആയിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എന്ത് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണോ ഈ ലൈറ്റിനെ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ആ മെറ്റീരിയലിന് അബ്സോർപ്ഷനിറ്റിക് അല്ലെങ്കിൽ അബ്സോർപ്ഷൻ പവർ കൂടുതൽ, ലോസ് തെർമൽ എമിസിവിറ്റി കുറവായിരിക്കണം. സോ ഇതാണ് ബേസിക്കലി ഫോട്ടോ തെർമൽ കൺവേർഷൻ. താങ്ക് യു.